ആരെങ്കിലും ഒരു സ്വകാര്യ പരാതി നൽകിയാൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുക്കുകയാണോ ഗവർണർ ചെയ്യേണ്ടത്? ഗവർണർ എന്ന പദവി ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണോ ഉപയോഗിക്കേണ്ടത്? പാവപ്പെട്ടവർക്കും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിന്റെ കസേര തെറിപ്പിക്കാനുള്ള ഗൂഢാലോചനയിലാണ് പ്രതിപക്ഷ കക്ഷികൾ. മൈസൂരു വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഭൂമി കുംഭകോണ കേസിൽ കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയ്ക്ക് താൽക്കാലിക ആശ്വാസം കോടതിയിൽ നിന്ന് ലഭിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ബിജെപിയും ജെഡിഎസും സംസ്ഥാനത്ത് കൂടുതൽ ശക്തമാക്കുകയാണ്. കേസിൽ സിദ്ധരാമയ്യക്കെതിരെ വേഗത്തിൽ നടപടി എടുക്കരുതെന്ന് വിചാരണ കോടതിക്ക് കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകി. സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയിരുന്നു. ഈ മാസം 29 വരെ സിദ്ധരാമയ്യക്കെതിരെ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നാണ് കോടതി നിർദ്ദേശം. ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചത്. തന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും ഭരണം തടസ്സപ്പെടുത്തുമെന്നും സിദ്ധരാമയ്യ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ നൽകിയ അനുമതിയെന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. 40 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നേരത്തെ സിദ്ധരാമയ്യ ആശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഭൂമിക്കായി മുട വ്യാജരേഖകൾ ഉണ്ടാക്കിയതായി ആരോപിച്ച് സാമൂഹിക പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ പ്രോസിക്യൂഷന് അനുമതി നൽകിയത്. 50-50 ഇൻസെന്റീവ് പദ്ധതി പ്രകാരം വികസനത്തിനായി ഏറ്റെടുക്കവേ ഭൂമി നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് മുട വികസിപ്പിച്ച സ്ഥലത്തിന്റെ 50% അല്ലെങ്കിൽ പകരം ഭൂമി നൽകും. എന്നാൽ പദ്ധതി പ്രകാരം ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ബദൽ ഭൂമി ചില വ്യക്തികൾക്ക് ലഭിച്ചുവെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതി മൈസൂരു വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കൈയടക്കിയെന്നതാണ് പ്രധാന ആരോപണം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സിദ്ധരാമയ്യയുടെ നിലപാട്. അതേസമയം കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള ഒരുക്കത്തിലാണ്.